നമ്മളെ ഫോണിൽ നമ്മൾ പല ആവശ്യത്തിനും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഗൂഗിൾ അസിസ്റ്റന്റ്. ഗൂഗിൾ അസിസ്റ്റന്റ് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഗൂഗിൾ അസിസ്റ്റന്റ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി ട്രിക്ക് ആ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നമുക്ക് നമ്മളെ ഫോണിന്റെ ഹോം ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ ഗൂഗിൾ അസിസ്റ്റന്റ് ഓപ്പൺ ആവും. ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആയി. ഇനി നമുക്കിതിൽ ഓപ്പൺ ഇന്റർപ്രിറ്റർ മോഡ് എന്ന് കമാൻഡ് കൊടുക്കാം. ഓപ്പൺ ഇന്റർപ്രിറ്റർ മോഡ്. Okay, what language do you want translated? ഓപ്പൺ ഇന്റർപ്രിറ്റർ മോഡ് എന്ന് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ലാംഗ്വേജ് ഇവിടെ കാണിക്കും. നമുക്ക് രണ്ട് ലാംഗ്വേജും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ സംസാരിക്കുന്ന ലാംഗ്വേജ്, ഒന്നാമത്തെ ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്നുള്ളതിന് പകരം അവിടെ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കട്ടെ. ഇവിടെ മലയാളം ഉണ്ട്, മലയാളം സെലക്ട് ചെയ്ത്. ഇനി രണ്ടാമത്തത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത്. ഈ രണ്ട് ഭാഷ സെലക്ട് ചെയ്ത് മലയാളം. ഇനി നമുക്ക് വരുന്ന സ്ക്രീനിൽ ഇംഗ്ലീഷ് മലയാളം എന്ന് രണ്ട് മൈക്ക് ഉണ്ടാവും. മലയാളം മൈക്ക് ക്ലിക്ക് ചെയ്യുക. എന്തൊക്കെയാണ്? സുഖമാണോ? കണ്ട, ഇത് തന്നെയാ സംഭവം. അതായത് നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷായിട്ട് പുറത്തു വരും. ഇപ്പം നമ്മൾ മലയാളം അറിയാത്ത ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ഒരാളോട് സംസാരിക്കുന്ന നേരം ഇങ്ങനെ സംസാരിക്കുക എന്ത് എളുപ്പം അല്ലേ? നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം, അവർ സംസാരിക്കുന്ന നേരം ഇംഗ്ലീഷ് എന്നുള്ള മൈക്ക് ഞെക്കി കൊടുക്കുക, അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നമുക്ക് മലയാളത്തിലേക്ക് വരും. ഞാൻ ഇംഗ്ലീഷിലൊന്ന് സംസാരിച്ച് നോക്കട്ടെ. ഹായ്, ഹൗ ആർ യു? വേർ ആർ യു നൗ? ഹായ്, സുഖമാണോ? ഇപ്പോൾ എവിടെയാണ് നിങ്ങൾ? അടിപൊളി. ഇങ്ങനെ ഒരുപാട് ടിപ്സ്, ട്രിക്സ്, അങ്ങനെ സംഭവങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഫോണിൽ. ഇതുപോലെ പല ടിപ്സ് ആൻഡ് ട്രിക്സ് നമ്മൾ അപ്ലോഡ് ചെയ്താൽ ഇനിയും ഒരുപാടുണ്ട്. ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ഇനിയും കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ടാ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുത്തേക്കും, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങൾ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.